മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നവഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രഹമായ ചൊവ്വ വർഷം 2024 ഒക്ടോബർ 20 തൻ്റെ ശത്രുരാശിയായ മിഥുനത്തിൽ നിന്നും നീചസ്ഥാനമായ കർക്കടകത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഇവിടെ ചൊവ്വ സാധാരണയായാലും അധികം സമയം നിൽക്കുന്നതായിരിക്കും. സാധാരണ 45 ദിവസമാണ് ഒരു രാശിയിൽ ചൊവ്വ സഞ്ചരിക്കുന്നത്. കർക്കടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്ക് ചൊവ്വ രാശി മാറുന്നത് ഏകദേശം 230 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും. ഇതെങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ചൊവ്വ ഡിസംബർ 7 കർക്കടകം രാശിയിൽ വക്രഗതിയിലാകുന്നതായിരിക്കും. അങ്ങനെ കർക്കടകത്തിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിച്ച് 2025 ജനുവരി 21 മിഥുനത്തിൽ തിരിച്ചു പ്രവേശിക്കുന്നതായിരിക്കും. 2025 ഫെബ്രുവരി 24 വരെ ചൊവ്വ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതായത് ഏകദേശം 80 ദിവസം. അതിനുശേഷം നേരെ സഞ്ചരിച്ച് വീണ്ടും ഏപ്രിൽ 3 കർക്കടകത്തിൽ പ്രവേശിക്കുന്നതാണ്. പിന്നീട് 2025 ജൂൺ 7 ചിങ്ങത്തിലേക്ക് രാശി മാറുന്നതുമായിരിക്കും. ചൊവ്വയുടെ ഈ സഞ്ചാരമാറ്റം നിങ്ങൾക്ക് എന്തെല്ലാം ഫലങ്ങൾ നൽകും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. ജാതകത്തിലെ ഗ്രഹനില, പ്രത്യേകിച്ചും ചൊവ്വയുടെ നിങ്ങളുടെ ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയനുസരിച്ച് ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ചൊവ്വ നിങ്ങളുടെ 2ഉം 7ഉം ഭാവങ്ങളുടെ അധിപനാണ്. നിൽക്കുന്നത് നിങ്ങളുടെ കർമ്മസ്ഥാനമായ 10ാം ഭാവവും ചൊവ്വയുടെ നീചസ്ഥാനവുമായ കർക്കടകം രാശിയിലാണ്. ഉദ്യോഗത്തിലും ബിസിനസ്സിലും സാമ്പത്തിക സ്ഥിതികളിൽ പുരോഗതി ഉണ്ടാകുമെങ്കിലും ഈ സമയത്ത് നിങ്ങളുടെ വിരോധികൾ കാരണം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഓഫീസിൽ ചിലപ്പോൾ നിങ്ങളുടെ സഹപ്രവർത്തകരിൽ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നത്. ബിസിനസ്സിലാണെങ്കിൽ കോമ്പറ്റീറ്റേഴ്സും. ഇതെല്ലാം മനസ്സിലാക്കി ബുദ്ധിപൂർവം വേണം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ പെരുമാറുവാൻ. ഇതെല്ലാം കാരണം കുറച്ച് ടെൻഷനും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും ഈ സമയത്ത് കരിയറിൽ പ്രൊമോഷൻ ലഭിക്കാനോ മറ്റ് സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കാനോ ഒക്കെയുള്ള സാധ്യതകളുമുണ്ട്. മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഷോർട്ട് ടേം ടാസ്കുകൾക്ക് വേണ്ടി വിദേശത്ത് പോസ്റ്റിംഗ് ലഭിക്കുവാനും ഇടയുണ്ട്. പക്ഷേ ഇവിടെയും എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ അലട്ടുന്നതായിരിക്കും. സ്പോർട്സ് രംഗത്തുള്ളവർക്ക് വിജയം ലഭിക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സമയത്ത് നിങ്ങൾക്ക് അർഹിച്ച അത്ര സ്റ്റാറ്റസോ ലെവലോ ലഭിക്കുന്നതല്ലായിരിക്കും. ദാമ്പത്യ ജീവിതത്തിൽ കുറച്ചൊക്കെ ഇമ്പാക്റ്റ് കാണുവാൻ സാധിക്കുന്നതാണ്. സീരിയസായ പ്രശ്നങ്ങൾ വരത്തില്ലെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളോ സൗന്ദര്യപ്പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ കണ്ണുമടച്ച് ആരെയും വിശ്വസിക്കരുത്. അത് നിങ്ങളുടെ പാർട്ട്ണറായാൽ പോലും. എല്ലാ കാര്യങ്ങളിലും ഒരു മേൽനോട്ടം ആവശ്യമായിരിക്കും. പക്ഷേ ഇത് പാർട്ട്ണർക്ക് മനസ്സിലാകാനും പാടില്ല. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ, സ്റ്റീൽ, സിമൻറ്റ്, ഹാർഡ്വെയർ എന്നീ ഫീൽഡുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് നല്ല പുരോഗതി ഈ സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇൻകം ഈ സമയത്ത് നല്ലതായിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. അഗ്രസീവ് ആകാൻ പാടില്ല. ഇത് വളരെ ആവശ്യമായിരിക്കും. പൈസ സേവ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ട് ഉണ്ടായിരിക്കും.
ചൊവ്വയുടെ 4-ാം ദൃഷ്ടി നിങ്ങളുടെ രാശിയിൽ പതിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെ ബാധിക്കുവാൻ ഇടയാക്കും. അതിനാൽ ഈ കാര്യത്തിൽ എപ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. അതുപോലെ പേഴ്സണാലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യണം. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും പതിക്കുന്നുണ്ട്. ഇത് കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും. പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ പ്രോഫിറ്റ് ലഭിക്കുമെങ്കിലും എല്ലാ ഡോക്യുമെൻറ്റുകളും നന്നായി സ്റ്റഡി ചെയ്യണം, അല്ലെങ്കിൽ പിന്നീട് ഡിസ്പ്യൂട്ടുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി 5-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ശനി നവംബർ 15-ാം തീയതി മുതൽ ശുഭസ്ഥിതിയിലാകുന്നതായിരിക്കും. അതിനാൽ വിദ്യാർത്ഥികൾക്ക് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതല്ല. എങ്കിലും ഈ സമയത്ത് നിങ്ങളിലൊരു അലസത വരാൻ സാധ്യതകളുണ്ട്. അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമായിരിക്കും. ഇതാണ് ചൊവ്വ കർക്കടകത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. കൂടുതൽ ചൊവ്വ പ്രീതി ലഭിക്കുവാനായി ക്ഷേത്ര ദർശനങ്ങൾ ചെയ്യുന്നതും നിത്യവും ഹനുമാൻ ചാലീസ ജപിക്കുന്നതും ശ്രവിക്കുന്നതും ശുഭകരമായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.